വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് CPAS 2025 പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ്. അപ്പോൾ പല കുട്ടികൾക്കും ഇമെയിൽ വന്നിട്ടുണ്ട്. BSc MLT അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി പല കോഴ്സിനായിട്ട് നിങ്ങൾക്ക് മെയിൽ വന്നിട്ടുണ്ടാകും. കൗൺസിലിങ്ങിന് നാളെയാണ് നിങ്ങൾ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയായിരിക്കും. വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ കൗൺസിലിംഗ് ഫോർ BPharm ഫോർ റാങ്ക് 2501 3000 റാങ്ക് വരെയുള്ള BPharm സ്റ്റുഡൻസിനെ വിളിച്ചിട്ടുണ്ട്. മൈക്രോബയോളജി 1 to 3500, നഴ്സിംഗ് റിസർവേഷൻ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിനെ വിളിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 10 ആയിരുന്നു ഇന്റർവ്യൂ, അത് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ദെൻ BPT MLT റാങ്ക് 1 മുതൽ 4000 റാങ്ക് വരെയുള്ള കുട്ടികളെ വിളിച്ചിട്ടുണ്ട്. നാളെയാണ് അവരുടെ കൗൺസിലിംഗ്. SME ഗാന്ധിനഗറിലാണ് നിങ്ങൾ പോകേണ്ടത്. നിങ്ങൾ മെയിൽ ചെക്ക് ചെയ്യുക. മെയിൽ ചെക്ക് ചെയ്ത് അതിൽ നിന്നും കൗൺസിലിംഗ് മെമ്മോ പ്രിന്റ് ഔട്ട് എടുക്കാം. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെയിലിൽ തന്നെ ഒരു ലിങ്ക് വന്നിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്യുകയും അസസ് കോഡ് വഴിയും നിങ്ങൾക്ക് ഈ മെയിൽ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോ നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. നിങ്ങൾ പോകുമ്പോൾ അലോട്ട്മെന്റ് മെമ്മോയുടെ പ്രിന്റ് ഉറപ്പായിട്ടും കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അഡ്മിഷൻ ഫ്രോഡ് അലേർട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇത് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അഡ്മിഷൻ കിട്ടാത്ത ഒരുപാട് കുട്ടികൾ പല രീതിയിലും ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് CPASൽ ഡയറക്റ്റ് അഡ്മിഷൻ പല കോളേജസിലും ഇല്ല. പല രീതിയിൽ ഏജൻസിയോ ആരെങ്കിലും നിങ്ങളെ അങ്ങനെ സമീപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ഫ്രോഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പാരൻസും കുട്ടികളും അത് ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഇവിടെ CPASൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നില്ല എന്നതും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഇതുപോലെയുള്ള സ്കാം നടക്കുന്നത് കൊണ്ടുമാണ് ഇങ്ങനെ ഒരു അലേർട്ട് നമ്മുടെ CPAS വെബ്സൈറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അഡ്മിഷൻ ഇതുവരെയും കിട്ടാത്ത കുട്ടികളും മാർക്ക് കുറഞ്ഞ കുട്ടികളും പല രീതിയിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള സ്കാമിൽ നിങ്ങൾ പെട്ടുപോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചും കണ്ടും മാത്രം അഡ്മിഷൻസ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പാരൻസും ശ്രദ്ധിക്കുക, അതുപോലെ സ്റ്റുഡൻസും ശ്രദ്ധിക്കുക. അതുപോലെ CPASന് നിങ്ങൾ പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള വിശദമായ വിവരങ്ങൾ നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് കണ്ടു നോക്കുക. അതുപോലെ തന്നെ പല കുട്ടികൾക്കും ഒരു ഡൗട്ടാണ് ചാനലിൽ ഇടുന്നത് BSc നഴ്സിംഗ്, പാരാമെഡിക്കൽ, CPAS, PNC, MAK, AMCS, FNCK, ജിബ്ബർ അതുപോലെയുള്ള പല രീതിയിലുള്ള അപ്ഡേറ്റ്സ് ചാനലിൽ ഇടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് അപ്ഡേറ്റ് കിട്ടുന്നില്ല എന്നൊരു ബുദ്ധിമുട്ട് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ ചാനലിൽ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ CPASന്റെ അപ്ഡേറ്റ് വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫോൾഡറിൽ കയറി തന്നെ നോക്കി കാണാൻ സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഒരു ഫ്രോഡ് ആയിട്ടുള്ള അലേർട്ടോ കാര്യങ്ങളോ സ്കാമോ നിങ്ങളോ ഇപ്പോൾ പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ പറയുക. അതുപോലെ തന്നെ അത് ഉടനടി തന്നെ നിങ്ങൾ ഇഗ്നോർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു ഏജൻസിയും നിങ്ങളെ കോൺടാക്ട് ചെയ്യുകയില്ല അഡ്മിഷന് വേണ്ടിയിട്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ മെറിറ്റ് വഴി മാത്രമാണ് നമുക്ക് സീറ്റ് കിട്ടാൻ സാധ്യതയുള്ളത്. അതുപോലെ തന്നെ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുള്ളത് ഫീസ് സ്ട്രക്ചർ ഓഫ് CPAS കോളേജസ് ആണ്. ഞാൻ ഓൾറെഡി ഇതിനെ പറ്റിയിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിരുന്നു. പല കുട്ടികളും കണ്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് ഇതുകൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വരുന്നിരിക്കുന്ന ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് BSc നഴ്സിംഗിന് ട്യൂഷൻ ഫീ ആയിട്ട് വരുന്നത് 83,025 റുപ്പീസ് ആണ് 4 വർഷത്തിൽ. സ്പെഷ്യൽ ഫീ ആയിട്ട് ആദ്യത്തെ വർഷം കൊടുക്കേണ്ടത് 20,300 റുപ്പീസ് ആണ്. അത് കഴിഞ്ഞ് 19,300 രൂപയാണ് ഓരോ വർഷത്തിലും കൊടുക്കേണ്ടത്. ടോട്ടലായിട്ട് വരുന്നത് 4,20,300 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊരു കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ടോട്ടൽ എമൗണ്ട് ഇത്രയാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേണം എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുക്കുന്ന കുട്ടികൾ ലോൺ എടുക്കേണ്ടതും. എഡ്യൂക്കേഷൻ ലോണിനെ പറ്റിയിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് ചെന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം ലോണിന്റെ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാനായിട്ട്. അതുപോലെ തന്നെ E-Grant സ്കോളർഷിപ്പ് OBC ഭാഗത്തിനൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല, ആർക്കും കിട്ടുന്നില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ E-Grant സ്കോളർഷിപ്പ് വീഡിയോ ചെയ്തിരുന്ന സമയത്ത് പറഞ്ഞ ഒരു കാര്യമാണ്. SC ST അതുപോലെ OEC OBC എല്ലാ കാറ്റഗറി സ്റ്റുഡൻസിനും E-Grant സ്കോളർഷിപ്പ് ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ ആരും കൊടുക്കുന്നില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അത് ഞാനൊരു സ്കോളർഷിപ്പ് അപ്ഡേറ്റ് വീഡിയോ ഓൾറെഡി ചെയ്തിരുന്നു, പക്ഷെ പല കുട്ടികളും അത് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ E-Grant സ്കോളർഷിപ്പിന്റെ ബേസ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ് ആയിട്ടുള്ള സ്കോളർഷിപ്പ് വീഡിയോയും കൂടി നിങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് BSc MLTക്ക് 93,000 റുപ്പീസ് ആണ് വരുന്നത് 4 വർഷത്തേക്ക്. അതുപോലെ തന്നെ ഈ ഒരു സ്പെഷ്യൽ ഫീസിന് ചെറിയൊരു ഡിഫറൻസ് ഫസ്റ്റ് ഇയറിൽ നിന്നും ബാക്കി ഇയേഴ്സിൽ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുപോലെ എല്ലാ സബ്ജക്റ്റിനും 10,000 റുപ്പീസ് കോഷൻ ഡിപ്പോസിറ്റ് വരുന്നുണ്ട്. ഇത് 4 വർഷത്തെ പഠനത്തിന് ശേഷം തിരിച്ചു ലഭിക്കുന്ന ഒരു ഫീസ് കൂടിയാണ്. 4,20,000
42,565 രൂപയാണ് BSc MLTക്ക് ടോട്ടലായിട്ട് ഫീസ് വരുന്നത്. അതുപോലെ BPTക്ക് 79,750 റുപ്പീസ് ആണ് ഫസ്റ്റ് ഇയറിൽ വരുന്നത്. അതുപോലെ തന്നെ മറ്റ് ഇയേഴ്സിലും ഈ റേറ്റിൽ തന്നെയാണ് ട്യൂഷൻ ഫീ ആയിട്ട് വരുന്നത്. സ്പെഷ്യൽ ഫീസിന് മാത്രമാണ് ചെറിയൊരു ഡിഫറൻസ് വരുന്നത്. ഇവിടെയും കോഷൻ ഡിപ്പോസിറ്റ് ഉണ്ട്. ടോട്ടലായിട്ട് 4,28,965 റുപ്പീസ് ആണ് നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ കൊടുക്കേണ്ട ഒരു ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് ഏതെങ്കിലും കോളേജസ് വാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചോദ്യം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് BSc മെഡിക്കൽ മൈക്രോബയോളജി ആണ്. ഇവിടെ 55,000 റുപ്പീസ് ആണ് ഓരോ വർഷത്തിലേക്കും നിങ്ങൾ കൊടുക്കേണ്ട ട്യൂഷൻ ഫീ എന്ന് പറയുന്നത്. സ്പെഷ്യൽ ഫീസിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ 10,000 റുപ്പീസ് ഇവിടെയും കോഷൻ ഡിപ്പോസിറ്റ് ആയിട്ട് വരുന്നുണ്ട്. ടോട്ടലായിട്ട് പറയുവാണെങ്കിൽ 2,84,465 റുപ്പീസ് ആണ് നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് ചിലവാകുന്ന ഫീസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് BPharm ആണ്. BPharmന് 98,000 റുപ്പീസ് ആണ് ഓരോ വർഷത്തേക്കുമായിട്ട് നിങ്ങൾ കൊടുക്കേണ്ട ട്യൂഷൻ ഫീ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്പെഷ്യൽ ഫീസും ഇവിടെ വരുന്നുണ്ട്. കോഷൻ ഡിപ്പോസിറ്റ് 10,000 റുപ്പീസ് കൊടുക്കുന്നത് നിങ്ങൾക്ക് പഠനത്തിന് ശേഷം തിരിച്ച് ലഭിക്കുന്നതാണ്. ഇവിടെ ടോട്ടലായിട്ട് വരുന്ന ഫീസ് എന്ന് പറയുന്നത് 5,19,065 രൂപയാണ് വരുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുക്കാൻ നോക്കുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അത് ബേസ് ചെയ്തുള്ള കാര്യങ്ങളെല്ലാം കോളേജുമായിട്ട് സംസാരിക്കേണ്ടതാണ്. അങ്ങനെ പല കുട്ടികളും ചോദിച്ച ഒരു ഡൗട്ടാണ്, CPASന് ഇപ്പോൾ അഡ്മിഷൻ പോയി കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ളത് ഉറപ്പാണോ എന്നുള്ളത്. അങ്ങനെ ഉറപ്പ് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. ഈ പോകുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും അവിടെ സീറ്റ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ റാങ്ക് ബേസ് ചെയ്തിട്ട് റാങ്ക് കൂടുതലുള്ള കുട്ടികളെ ആയിരിക്കും ഇവിടെ അഡ്മിഷൻ എടുക്കുന്നത്. അത് നിങ്ങൾക്ക് കൗൺസിലിങ്ങിന് പോയാൽ മാത്രമേ അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പോകുന്ന കുട്ടികൾ ഫീസും കൂടി കരുതി വേണം പോകാനായിട്ട്. വേണ്ടിയിട്ടാണ് നമുക്കിവിടെ ഫീസ് സ്ട്രക്ചർ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫീസ് നിങ്ങൾ കരുതി വേണം പോകാനായിട്ട്. ഫസ്റ്റ് ഇയർ ഫീസാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. ടോട്ടൽ എമൗണ്ട് ഇപ്പോൾ അടയ്ക്കേണ്ട ആവശ്യമില്ല. അതുപോലെ എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ ലോൺ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് കാണുക. അതുപോലെ തന്നെ ഇഗ്രാസ് സ്കോളർഷിപ്പിനെ ബേസ് ചെയ്തിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഇഗ്രാസ് സ്കോളർഷിപ്പ് വീഡിയോ കാണുക. അതുപോലെ തന്നെ സ്കോളർഷിപ്പ് അപ്ഡേറ്റ് വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് വീഡിയോ ചെയ്തതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇഗ്രാസ് സ്കോളർഷിപ്പ് ഇപ്പോൾ OBC മുസ്ലിം സ്റ്റുഡൻസിനോ മറ്റ് ജനറൽ കാറ്റഗറി സ്റ്റുഡൻസിനോ ഒന്നും കിട്ടുന്നില്ല. ആ ഒരു അപ്ഡേറ്റ് നമ്മൾ ഇഗ്രാസ് സ്കോളർഷിപ്പിന്റെ അപ്ഡേറ്റ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതും കൂടി കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത് എന്നതും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കാം. നമ്മൾ ഒരു പ്ലേലിസ്റ്റ് CPAS അപ്ഡേറ്റ് 2025 എന്ന് പറഞ്ഞ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കുക. അതിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ഡേറ്റ്സ് കറക്റ്റ് ടൈമിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതുപോലുള്ള അപ്ഡേറ്റ്സ് കറക്റ്റ് ടൈമിൽ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്ത് വെക്കുക, വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് ഹൈപ്പ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക. വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.